സ്ലാങ് വേർഡ്സ്. എന്താണ് സ്ലാങ് വേർഡ്സ് എന്നറിയോ? ഇംഗ്ലീഷിൽ മാത്രമാണോ സ്ലാങ് വേർഡ്സ് ഉള്ളത്? അല്ല, എല്ലാ ഭാഷയിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ആവു, പൊളിച്ചു, പൊളിച്ചടക്കി. ശരിക്കും ഈ പൊളിച്ചു അല്ലെങ്കിൽ പൊളിച്ചടുക്കിയുടെ ഒക്കെ അർത്ഥം എന്താണ്? നശിപ്പിച്ചു എന്നാണ്, അല്ലെ? പക്ഷേ ഒരു മലയാളി ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചപ്പോൾ അതിന്റെ അർത്ഥം മാറി. ഇതാണ് സ്ലാങ് വേർഡ്സ്. യഥാർത്ഥ മീനിങ് ഒന്ന്, ഉപയോഗിക്കുന്ന രീതി വേറൊന്ന്. ഇതൊരിക്കലും ഒരു ബുക്കിൽ നിന്ന് നമുക്ക് കാണാനോ പഠിക്കാനോ പറ്റില്ല. ഇംഗ്ലീഷ് സ്ലാങ് വേർഡ്സും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ച വാക്കുകളുടെ അർത്ഥം അല്ല ഇവിടെ. പിന്നെ എന്തിനാണ് ഇത് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ദിസ് വിൽ മേക്ക് യുവർ കമ്മ്യൂണിക്കേഷൻ സൗണ്ട് മോർ നാച്ചുറൽ. കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി സ്വാഭാവികതയുള്ളതായിട്ട് തീർക്കാനായിട്ട് ഈ സ്ലാങ് വേർഡ്സ് സഹായിക്കും. അങ്ങനെ നിങ്ങളുടെ ലാംഗ്വേജിനെ നെക്സ്റ്റ് ലെവലിൽ എത്തിക്കാൻ സഹായിക്കുന്ന 10 സ്ലാങ് വേർഡ്സ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാം. വേറെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യത്തെ വാക്കാണ് ഫ്ലേക്കി. ഇത്രയും റിലേറ്റബിൾ ആയ ഒരു വാക്ക് ചിലപ്പോൾ വേറെ കാണില്ല. ഫ്ലേക്കി എന്ന് വെച്ചാൽ എപ്പോഴും ലാസ്റ്റ് മിനിറ്റിൽ പ്ലാനുകൾ ക്യാൻസൽ ചെയ്യുന്ന, കാര്യങ്ങൾ എപ്പോഴും മറന്നു പോകുന്ന, വാക്ക് പാലിക്കാത്ത, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരാൾ. അങ്ങനെ ഒരാളെയാണ് നമുക്ക് ഫ്ലേക്കി എന്ന് വിളിക്കാവുന്നത്. ഞാനിന്നിപ്പോ പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഫ്രണ്ടിന്റെയോ ഒരു റിലേറ്റീവിന്റെയോ ഒക്കെ മുഖം തെളിഞ്ഞു വന്നില്ലേ? അതാണ്. ആ ആൾ കാരണം നമുക്ക് എത്ര പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്, എത്ര നമ്മുടെ പ്ലാൻസ് കൊളായി പോയിട്ടുണ്ട്, അല്ലെ? ലുക്ക് അറ്റ് ദോസ് എക്സാമ്പിൾസ്. ഐ ഡോണ്ട് ട്രസ്റ്റ് ഹർ, ഷീസ് സോ ഫ്ലേക്കി. അവളെ വിശ്വസിക്കാൻ പറ്റില്ല, അവൾ ഭയങ്കര ഫ്ലേക്കിയാണ്. ഹു ആർ യു ഗോയിങ് വിത്ത്? സാം. ഹൗ ഹീസ് സോ ഫ്ലേക്കി. അവന്റെ കാര്യല്ലേ, വന്നാ വന്നു എന്ന് പറയാം. ആ ഒരു സെൻസിലാണ് ഈ വാക്ക് ഉപയോഗിക്കുക. അടുത്ത വാക്കാണ് സ്കിബിഡി. സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലർ ആണ് ഈ വാക്ക്. ഇതിന്റെ മീനിങ് എന്തെന്നറിയോ? സംതിങ് വിയേർഡ്, നോൺ സെൻസിക്കൽ ബട്ട് ഫേമസ്. എന്ന് വെച്ചാല് ഒരു സെൻസ് ഒന്നുമില്ല, ഒരു അർത്ഥമൊന്നുമില്ലാത്ത ഒരു കാര്യം, പക്ഷേ എല്ലാവരും ഫോളോ ചെയ്യുന്നു, എവിടെ നോക്കിയാലും ഇത് ട്രെൻഡിങ് ആണ്, ഇത് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയുള്ള ഒരു മ്യൂസിക് ആവാം, അല്ലെങ്കിൽ ഒരു ഡാൻസ് സ്റ്റെപ്പ് ആവാം, അതും അല്ലെങ്കിൽ ഒരു ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അതിനെയാണ് നമ്മൾ സ്കിബിഡി എന്ന് പറയുക. ഒരു ഒരു ഇത് എന്താന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പക്ഷേ ഇത് ഭയങ്കര ട്രെൻഡിൽ ഉള്ള ഒരു സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് സ്കിബിഡി എന്ന് പറയാം. ദിസ് ഇൻസ്റ്റാ ഡാൻസ് ട്രെൻഡ് ഇസ് സോ സ്കിബിഡി, അല്ലെങ്കിൽ യുവർ ഔട്ട്ഫിറ്റ് ഇസ് ജസ്റ്റ് സ്കിബിഡി, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. റയോ, റാങ്ക്ഡ് ഇൻ ഓർഡർ. ഇവിടെ പ്രതിഭേ, ഇവിടെ അടുത്ത് ഏതാണ് നല്ല റെസ്റ്റോറൻറ്റ് ഉള്ളത്? അത് എൻ്റെ അഭിപ്രായത്തിൽ ശരവണാസ് ആണ് ബെസ്റ്റ്. പിന്നെ ആര്യാസ് ഉണ്ട്, ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, പിന്നെ നമ്മുടെ കോയാക്കാൻ്റെ ബിരിയാണി കടയുണ്ട്. ഇവിടെ നോക്കൂ, ഇതാണ് പ്രദീപിന്റെ റയോ ഫോർ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയാം. ആൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ആ കടകളെ 1 by 1 ആയിട്ട് പറയുന്നു, ഒരു ഓർഡറിൽ സെറ്റ് ചെയ്ത് പറയുന്നു. അതിനെയാണ് നമ്മൾ റയോ എന്ന് പറയാം. ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കിയാൽ, വാട്ട്സ് യുവർ റയോ ഫോർ ദ ടോപ്പ് ട്രെൻഡിങ് ത്രില്ലർ മൂവീസ്? നിങ്ങളുടെ റയോ എന്താണ്? അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ ചോദിക്കാം. നശിപ്പിച്ച് കുളമാക്കി. എന്തെങ്കിലും നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അതിനെയാണ് നമ്മൾ ബമർ എന്ന് പറയുക. എ കംപ്ലീറ്റ് ഡിസപ്പോയിൻമെന്റ്. നമ്മൾ പലപ്പോഴും അൺപാർലമെന്ററി ആയ പല വാക്കുകൾ ഉപയോഗിക്കും, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഐ ഗെസ് ദ മാച്ച് വിൽ ബി ക്യാൻസൽഡ്, ഇറ്റ്സ് സോ ക്ലൗഡി. ഭയങ്കര മഴക്കാറുണ്ട്, ആ മാച്ച് മിക്കവാറും ക്യാൻസൽ ആവും. വാട്ട് എ ബമർ, അങ്ങനെ പറയാം. എന്ത് കഷ്ടമാണിത്. അങ്ങനെയൊക്കെ ഒരർത്ഥത്തിൽ വരുന്ന ഒരു വാക്കാണ് ബമർ. ബീറ്റ് ഒരു സൂപ്പർ കൂൾ വാക്കാണ്, അല്ലേ? ഇത് യൂസ് ചെയ്യുന്ന സാധാരണ ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് അടിക്കുക അല്ലെങ്കിൽ തോറ്റുപോവുക, അങ്ങനെയൊക്കെയാണ്. പക്ഷെ സ്ലാങ്ങിൽ വരുമ്പോൾ ഇതിന്റെ മീനിങ് സോ ടയേർഡ് അല്ലെങ്കിൽ എക്സോസ്റ്റഡ് എന്നാണ് വരിക. ഐ എം ടോട്ടലി ബീറ്റ് നൗ, യു പീപ്പിൾ ഗോ ആൻഡ് എൻജോയ്. നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വരൂ, എനിക്ക് വയ്യ, ഞാൻ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്. ഐ ഫീൽ ബീറ്റ് ആഫ്റ്റർ ജിം കഴിഞ്ഞ് വരികയാണ്, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, സോ ഐ എം ബീറ്റ് എന്ന് പറയാം. അടുത്ത വാക്കാണ് വോം. ഇത് ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു വാക്കാണ്. വേഴ്സറ്റൈൽ എന്ന് വെച്ചാൽ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിന്റെ ഒരു 3 മീനിങ്ങുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സംതിങ് റിയലി ഗുഡ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫെയിൽഡ് ബാഡ്ലി, ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ ഹെവിലി ഡ്രങ്ക്, മദ്യമോ മയക്കുമരുന്നോ കഴിച്ചിട്ട് വല്ലാണ്ട് ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് നമുക്ക് ബോംബ് എന്ന് പറയാം. യൂസേജിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ആ എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം. ഷീ ബോംബ്ഡ് ഓൺ സ്റ്റേജ് എന്ന് വെച്ചാൽ എന്താണ്? അവളുടെ സ്റ്റേജിലെ പെർഫോമൻസ് ഭയങ്കര ദയനീയമായിരുന്നു. പിന്നെ ദ ഡ്രൈവർ വാസ് ബോംബ്ഡ് ആൻഡ് ദ പോലീസ് അറസ്റ്റഡ് ഹിം. എന്ത് ചെയ്തു? ഡ്രൈവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താണ് കാരണം? ഹി വാസ് ബോംബ്ഡ്, ഹെവിലി ഇൻടോക്സിക്കേറ്റഡ്, ഹെവിലി ഡ്രങ്ക് ആയിരുന്നത് കൊണ്ട് ഡ്രൈവറെ എന്ത് ചെയ്തു? പോലീസ് അറസ്റ്റ് ചെയ്തു. ദാറ്റ് ന്യൂ പിസ്സ പ്ലേസ് ഇസ് ദ ബോംബ്. ഇവിടെ ബോംബിന്റെ ഫ്രണ്ടിൽ ഒരു ദ ഉണ്ട്. ആ ദ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ മീനിങ് സംതിങ് റിയലി ഗുഡ് എന്നാണ്. ദാറ്റ് ന്യൂ പിസ്സ പ്ലേസ് ഇസ് ദ ബോംബ്.
എന്ന് വെച്ചാൽ അവിടെ ഭയങ്കരമാണ്, നല്ല അടിപൊളി പിസ്സയാണ് അവിടെ കിട്ടുമെന്ന് അർത്ഥം. കേജി, കേജ് എന്നാൽ കൂടാണെന്ന് നമുക്കറിയാം. CAGE, കേജ്. കേജി എന്ന് വെച്ചാൽ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ആൾ എന്നർത്ഥം, അല്ലെങ്കിൽ ഒരു സാഹചര്യം. ഒന്നും തുറന്നു പറയുന്നില്ല, ഒന്നും വിട്ടു പറയുന്നില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ. എക്സാമ്പിൾ നോക്കാം. ഹി വാസ് ബീങ് കേജി അബൌട്ട് വേർ ഹി വെന്റ് ലാസ്റ്റ് നൈറ്റ്. അവനോട് ഇന്നലെ രാത്രി എവിടെ പോയാന്ന് ചോദിച്ചിട്ട് ഹീസ് ബീങ് കേജി, ഹീസ് ആക്ടിങ് കേജി. അവനൊന്നും വിട്ടു പറയുന്നില്ല, എന്തോ രഹസ്യമുണ്ട്, എന്തോ കുഴപ്പമുണ്ട്, അവനത് ഒളിക്കുന്നുണ്ട് എന്തൊക്കെയോ. ഐ ആസ്ക്ഡ് ഹർ അബൌട്ട് ഹർ ജോബ് ഇന്റർവ്യൂ ബട്ട് ഷീ ഗോട്ട് റിയലി കേജി. അവളുടെ ജോബ് ഇന്റർവ്യൂവിനെ കുറിച്ച് ഞാൻ ചോദിച്ചു, ബട്ട് ഷീ ഗോട്ട് റിയലി കേജി. അവളൊന്നും തുറന്നു പറയുന്നില്ല, വിട്ടു പറയുന്നില്ല എന്ന് പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്. ഒരു മയമില്ല, നയമില്ല, മുഖത്തടിച്ച പോലെ സംസാരിക്കുക, കേട്ടുകൊണ്ടിരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, ഇതിനൊക്കെയാണ് ബീങ് ക്രാസ് എന്ന് പറയാം. റൂഡാണ്, ഇൻസെൻസിറ്റീവ് ആണ്, ലാക്കിംഗ് ടാക്ട്, ഒരു നയമില്ല. ഇറ്റ് വാസ് ക്രാസ് ഓഫ് ഹിം ടു ജോക്ക് അബൌട്ട് ഹെർ ബ്രേക്കപ്പ്. അവളാണെങ്കിൽ ആകെ ബ്രേക്കപ്പായി തകർന്നടിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ വന്നിട്ട് അവൾ ആ ബ്രേക്കപ്പിനെ കുറിച്ച് തമാശ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് ക്രാസ് ഓഫ് ഹിം. അതൊരു മര്യാദ ആയില്ല, ശരിയായില്ലെന്നർത്ഥം. മേക്കിംഗ് ഫൺ ഓഫ് സമ്മൺസ് ആക്സെന്റ് ഇസ് ജസ്റ്റ് ക്രാസ്. ആരുടെയെങ്കിലും ഒരു ആക്സെന്റിനെ പറഞ്ഞ് കളിയാക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് ക്രാസ്. അതൊരു മര്യാദയില്ലാത്ത പരിപാടിയാണ് എന്നർത്ഥം. 2 more words to go. 9th word ആണ് pig out. To eat a lot of food in a greedy or uncontrolled way. ഒരു നിയന്ത്രണം ഇല്ലാതെ, ഒരു ഒരു കൺട്രോൾ ഇല്ലാതെ ഒരുപാട് ഭക്ഷണം വലിച്ചു വാരി കഴിക്കുന്നതിനെയാണ് പിഗിങ് ഔട്ട് എന്ന് പറയാം. വി ടോട്ടലി പിഗ്ഡ് ഔട്ട് ഓൺ ബർഗേഴ്സ് ആൻഡ് ഫ്രൈസ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി അവിടെ പോയിട്ട് ഞങ്ങൾ ബർഗറും ഫ്രൈയും ഒക്കെ ഇഷ്ടം പോലെ കഴിച്ചു. ഒരു നിയന്ത്രണവും ഇല്ലാതെ തോന്നിയ പോലെ വാരി വാരി കഴിച്ചു. അതിനെയാണ് പിഗിങ് ഔട്ട് എന്ന് പറയാം. വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഡോണ്ട് പിഗ് ഔട്ട് ബിഫോർ ദ പാർട്ടി, വിൽ ഹാവ് ഫുഡ് ദെയർ. എന്തിനാണ് ഇതെല്ലാം കൂടെ വാരി വലിച്ച് ഇപ്പൊ കഴിക്കുന്നത്, പാർട്ടിക്കല്ലേ പോന്നേ, അവിടെ ഫുഡ് ഇല്ലേ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ. അതിനാണ് ഈ വാക്ക് ഉപയോഗിക്കുക, പിഗ് ഔട്ട്. അനിയന്ത്രിതമായിട്ട് ഒരു ഒരു കൺട്രോൾ ഇല്ലാതെ കഴിക്കുക. Last word for today. Sleep on it. To delay making a decision until the next day or after some thought. എന്താണ്, നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കുറച്ചൊന്ന് ആലോചിക്കേണ്ടി വരും അല്ലേ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ എടുത്തു ചാടിയ തീരുമാനം എടുക്കണ്ട, കുറച്ചൊന്ന് ആലോചിക്കാം എന്ന് ഒക്കെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം. ലെറ്റ് മീ സ്ലീപ്പ് ഓൺ ഇറ്റ് എന്ന് വെച്ചാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ക്വിറ്റിംഗ് മൈ ജോബ്, ഐ വിൽ സ്ലീപ്പ് ഓൺ ഇറ്റ്. ജോലി വിടുന്നതിനെ കുറിച്ച് ഞാൻ അങ്ങനെ തീരുമാനത്തിലെത്തിയിട്ടില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഐ വിൽ സ്ലീപ്പ് ഓൺ ഇറ്റ്. ദിസ് ഓഫർ സൗണ്ട്സ് ഗുഡ് ബട്ട് ലെറ്റ് മീ സ്ലീപ്പ് ഓൺ ഇറ്റ് ഫസ്റ്റ്. ആ ഓഫർ കേട്ടിട്ട് സംഭവം കൊള്ളാം, പക്ഷേ ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്ക് കുറച്ച് സമയം വേണം എന്നർത്ഥം. അതിനാണ് സ്ലീപ്പ് ഓൺ ഇറ്റ് അല്ലെങ്കിൽ സ്ലീപ്പ് ഓൺ സംതിങ് എന്നുള്ള ഒരു യൂസേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. See you then. Bye.